നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ട് ഹെൽത്തി ആയുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതാണല്ലോ. ആദ്യമായി ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ സിമ്മിലാക്കി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കപ്പ് മുരിങ്ങയില ഉപയോഗിക്കുന്നു. തീ സിമ്മിൽ തന്നെ മതി. ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇതിന് വെളിച്ചെണ്ണ കുറച്ചേ ആവശ്യമുള്ളൂ. ഇലകൾ കട്ട കൂടാതെ വിടർത്തിയെടുക്കുക. തീ ഒരിക്കലും കൂടിപ്പോകരുത്. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതിനാൽ ചൂട് വളരെ കൂടുന്നുണ്ട്. അടിഭാഗം കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് പെട്ടെന്ന് കൂടുകയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുറ്റിമുരിങ്ങ പ്രൂൺ ചെയ്തപ്പോൾ കിട്ടിയ 2 വലിയ തണ്ട് ശിഖരങ്ങളിലെ മുരിങ്ങയിലയാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. മുരിങ്ങയില പൊട്ടിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഹെൽത്ത് വാല്യൂ നോക്കുമ്പോൾ അത് ഒന്നുമല്ല. ഇപ്പോൾ ഇല ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 സ്പൂൺ കുത്തിയെടുത്തിട്ടുള്ള മുളക്, അതായത് കുത്തിമുളക്, ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കണം. കടകളിൽ നിന്നും ചുവന്ന മുളക് വാങ്ങി കഴുകിയെടുത്ത് അത് ചെറിയ ചൂടുള്ള ചീനച്ചട്ടിയിൽ ഉണക്കിയെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല ക്രഷ്ഡ് ചില്ലി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുത്തിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുളക് ഒന്ന് വാടിക്കഴിഞ്ഞാലുടൻ തീ ഓഫ് ചെയ്തേക്കണം. ഇപ്പോൾ ചീനച്ചട്ടിയിലുള്ള ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ചമ്മന്തി തയ്യാറാക്കുന്നതിനായി നമുക്ക് 4-5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കല്ലുപ്പ് ആവശ്യമുണ്ട്. നാളികേരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മുറി നാളികേരം ചെരുകി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. തയ്യാറായ മുരിങ്ങയില കൂട്ട് ഇനി ഇടികല്ലിലേക്കോ മിക്സിയുടെ ജാറിലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഇടിച്ചെടുക്കുവാൻ എളുപ്പത്തിനായി ചുവന്നുള്ളി കൈകൊണ്ട് അമർത്തി ചതച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സി ജാറിലാണെങ്കിൽ എളുപ്പമാണ്, എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ മതി. ഇപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ വേണം. 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം. കല്ലുപ്പ് ചേർന്നാലേ ചമ്മന്തികൾക്ക് രുചിയുണ്ടാകൂ. മുരിങ്ങയിലയുടെ അളവിനനുസരിച്ച് കല്ലുപ്പിൻ്റെ അളവും മാറ്റം വരുത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി ഇടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല രുചികരവും ആരോഗ്യപ്രദവുമായ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ. കുറ്റിമുരിങ്ങ ചാക്കിൽ നട്ടിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.